ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം, TCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. ചൂരമല ദുരന്തം. കേരളത്തെ കേന്ദ്രം നിരന്തരമായി അവഹേളിക്കുകയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പുനർനിർമ്മാണത്തിനുള്ള 2000 കോടിയുടെ അപേക്ഷ നൽകിയിട്ട് ലഭിച്ചത് 260 കോടി രൂപയാണെന്നും മന്ത്രി. കുരുന്നുകൾക്ക് അറിവിന്റെ ലോകത്തേക്ക് ആദ്യാക്ഷരം പകർന്ന് ഇന്ന് വിജയദശമി. തിരുവുള്ളക്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ആയിരങ്ങൾ ഹരിശ്രീ കുറിച്ചു. അക്രമാസക്തനായ യുവാവിനെ പിടികൂടുന്നതിനിടയിൽ ചാവക്കാട് പോലീസുകാർക്ക് കുത്തേറ്റു. SI ഉൾപ്പെടെ 5 പേർക്കാണ് കുത്തേറ്റത്. കൈക്കൂലിക്കേസിൽ പിടിയിലായ മൺപാത്ര നിർമ്മാണ വിപണന ക്ഷേമ കോർപ്പറേഷൻ ചെയർമാൻ KN കുട്ടമണിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തി. കുട്ടമണിയുടെ രാജി ആവശ്യപ്പെട്ട് കുംഭാര സമുദായ സഭയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. കേരള ലോട്ടറിയുടെ കളർ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് തട്ടിപ്പ്. പൊന്നനം സ്വദേശിക്ക് നഷ്ടപ്പെട്ടത് 15,000 രൂപ. കൊരട്ടിക്കരയിൽ അടച്ചിട്ട വീട് കുത്തിത്തുറന്ന മോഷണ ശ്രമം. പുറകുവശത്തെ ഗ്രില്ലും വാതിലും തകർത്ത മോഷ്ടാക്കൾ അലമാരയിലെ വസ്ത്രങ്ങളും മറ്റും വാരിവലിച്ചിട്ടു. വിശദമായ വാർത്തകളിലേക്ക്. വയനാട് ദുരന്തത്തിൽ കേന്ദ്രം കേരളത്തിന് 260 കോടി രൂപ മാത്രമാണ് അനുവദിച്ചതെന്നും കേരളത്തോടുള്ള തുടർച്ചയായ അവഹേളനമാണിതെന്നും റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആദ്യമേ തന്നെ ഈ ദുരന്തത്തെ അതിതീവ്ര ദുരന്ത പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നുവെന്ന് അറിയിച്ചിരുന്നുവെങ്കിൽ ഐക്യരാഷ്ട്രസഭയിൽ നിന്നുൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സഹായം ലഭിച്ചേനെ. കേരളത്തിന് ലഭിക്കുമായിരുന്ന സഹായം ലഭിക്കാതിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമമായിരുന്നു ഇതെന്നും മന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി ദുരന്തബാധിത മേഖല സന്ദർശിച്ചപ്പോൾ അടിയന്തര മെമ്മോറാണ്ടം നൽകാൻ ആവശ്യപ്പെട്ട പ്രകാരം ഉടൻ തന്നെ 1202 കോടി രൂപയുടെ ചൂരൽമലയിലെ നഷ്ടം കണക്കാക്കി മെമ്മോറാണ്ടം നൽകിയെങ്കിലും ഇതുവരെ 1 രൂപ പോലും കിട്ടിയിട്ടില്ല. 2221 കോടി രൂപയുടെ റീകൺസ്ട്രക്ഷനു വേണ്ടിയുള്ള മെമ്മോറാണ്ടത്തിലാണ് ഇപ്പോൾ 260 കോടി രൂപ നൽകാമെന്നുള്ള ഔദാര്യം കാട്ടിയിരിക്കുന്നത്. കേരളത്തെ കേന്ദ്രം അവഗണിക്കുകയാണെന്നും പ്രധാനമന്ത്രി കണ്ട ഇത് തിരുത്തണമെന്നാവശ്യപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു. വിജയദശമി ദിനത്തിൽ തിരുവുള്ളക്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എഴുത്തിനിരുത്തൽ ചടങ്ങിന് വൻ തിരക്ക് അനുഭവപ്പെട്ടു. പുലർച്ചെ ആരംഭിച്ച എഴുത്തിനിരുത്തൽ ചടങ്ങിന് ആയിരക്കണക്കിന് കുരുന്നുകളാണ് പങ്കെടുത്തത്. തിരുവുള്ളക്കാവ് വാര്യത്ത് TV ശ്രീധരൻ വാര്യരുടെ നേതൃത്വത്തിൽ 60ഓളം ആചാര്യന്മാരാണ് നേതൃത്വം നൽകിയത്. ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ എഴുത്തിനിരുത്തലിന് നിരവധി കുരുന്നുകളെത്തി. ആറാട്ടുപുഴ വാര്യത്ത് രമേശ് വാര്യർ എഴുത്തിനിരുത്തലിന് നേതൃത്വം നൽകി. സരസ്വതി പൂജയ്ക്ക് സമർപ്പിച്ച പുസ്തകക്കെട്ടുകളും ഗ്രന്ഥങ്ങളും ക്ഷേത്രത്തിലെ ഉച്ചപൂജയ്ക്ക് ശേഷം ഭക്തർ ഏറ്റുവാങ്ങി. ശാസ്താവിന് സമർപ്പിച്ച 200ഓളം കാഴ്ചക്കുലകളും ഭക്തർക്ക് പ്രസാദമായി നൽകി. ആറാട്ടുപുഴ രാജേഷും സംഘവും അവതരിപ്പിച്ച സംഗീതാർച്ചനയും ഉണ്ടായിരുന്നു. വീട്ടിൽ അക്രമാസക്തമാവുകയും സഹോദരൻ ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ച പ്രതിയെ പിടികൂടാനെത്തിയ പോലീസ് സംഘത്തെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. SI ശരത് സോമൻ, CPO അരുൺ എന്നിവർ ഉൾപ്പെടെ 5 പേർക്കാണ് കുത്തേറ്റത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. മണത്തല ബേബി റോഡ് ചക്കര വീട്ടിൽ നിസാർ വീട്ടുകാരുമായി സംഘർഷത്തിൽ ഏർപ്പെട്ടതിനെ തുടർന്ന് വീട്ടുകാർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് എത്തുമ്പോൾ ഇയാൾ ഭിന്നശേഷിക്കാരനായ സഹോദരൻ ഫെമീറിനെ ആക്രമിക്കുകയായിരുന്നു. തുടർന്ന് ഇയാൾ പോലീസിനെയും ആക്രമിച്ചു. പിന്നീട് കൂടുതൽ പോലീസ് എത്തി നാട്ടുകാരുടെ സഹായത്തോടെ ഇയാളെ കീഴടക്കി. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതി നിസാർ പോലീസ് കസ്റ്റഡിയിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൈക്കൂലിക്കേസിൽ പിടിയിലായ മൺപാത്ര നിർമ്മാണ വിപണന ക്ഷേമ കോർപ്പറേഷൻ ചെയർമാൻ KN കുട്ടമണിയുടെ വില്ലിടത്തെ വസതിയിലേക്ക് കേരള കുംഭാര സമുദായ സഭ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മൺപാത്ര നിർമ്മാണ തൊഴിലാളികളിൽ നിന്ന് ചെടിച്ചട്ടികൾക്ക് കോഴ വാങ്ങിയ കുട്ടമണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്.
ചെടിച്ചട്ടിയുമായി എത്തിയ പ്രതിഷേധക്കാരെ വീടിനു സമീപം പോലീസ് ബാരിക്കേഡുകൾ നിരത്തി തടഞ്ഞു. ഇത് മറിച്ചിടാനും മറികടക്കാനും പ്രതിഷേധക്കാർ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. തൊഴിലാളികളുടെ ക്ഷേമത്തിനായി നിലവിൽ വന്ന കോർപ്പറേഷനെ കൊണ്ട് തങ്ങൾക്കൊരു ഗുണവുമില്ലെന്നും നേട്ടം മുഴുവൻ കുട്ടമണിക്കും കുടുംബത്തിനുമാണെന്നും കുംഭാര സമുദായ സഭ കുറ്റപ്പെടുത്തി. പ്രതിഷേധ മാർച്ച് സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് വിജയൻ പാടൂക്കാട് ഉദ്ഘാടനം ചെയ്തു. സഭ ജില്ലാ പ്രസിഡന്റ് സത്യൻ ചൂണ്ടൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അജിത് കോഴിക്കോട്, ചെയർമാൻ കുഞ്ഞിരാമൻ തൊടുപുഴ, വർക്കിംഗ് പ്രസിഡന്റ് കുട്ടൻ മാമ്പറ്റ, വയനാട് ജില്ലാ പ്രസിഡന്റ് കുട്ടൻ കൊയിലേരി തുടങ്ങിയവർ സംസാരിച്ചു. കേരള ലോട്ടറിയുടെ കളർ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് തട്ടിപ്പ്. കാട്ടൂർ പൊഞ്ഞനം സ്വദേശി യുവാവിന് നഷ്ടപ്പെട്ടത് 15,000 രൂപ. തട്ടിപ്പ് നടത്തിയെന്ന് സംശയിക്കുന്നയാളുടെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. കാട്ടൂർ പൊഞ്ഞനം സ്വദേശി നെല്ലിപ്പറമ്പിൽ തേജസ് ആണ് തട്ടിപ്പിനിരയായത്. ടിക്കറ്റ് മാറുന്നുണ്ടാവുന്നു. നമ്മൾ കേരള ഗവൺമെൻറ് സ്കാനർ വെച്ച് ചെയ്യണത്. സ്കാനർ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ 5,000 ഉണ്ട്. ടിക്കറ്റൊന്നും യാതൊരു പ്രശ്നമില്ല. അപ്പോൾ 6 ആൾ കാണിച്ചു, 3 നമ്മൾ മാറ്റി കൊടുക്കുകയും ചെയ്തു. അതൊരു വ്യത്യാസമൊന്നും തോന്നുന്നില്ല. നമ്മൾ പിന്നീട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഏജൻസിൽ പോയപ്പോഴാണ് അവർ പറയുന്നത് ഇത് ഓൾറെഡി മാറി കഴിഞ്ഞ ടിക്കറ്റാണ്, ട്രഷറിൽ ഓൾറെഡി എത്തിയ ടിക്കറ്റാണ്, ഇത് ഫേക്കാണ്, കളർ കോപ്പിയാണെന്നുള്ളത്. പിന്നീട് അങ്ങനെ അത് കാർഡ് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്ത് വെക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നീട് അറിയുന്നത് ഇത് ഒരുപാട് സ്ഥലത്ത് നടന്നിട്ടുണ്ട്. ആരും കംപ്ലൈൻറ്റ് കൊടുക്കാത്തതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഇപ്പോൾ ഞാൻ 6 3 മാത്രം മാറി കൊടുത്തു. കഴിഞ്ഞ 27 ബൈക്കിലെത്തിയ യുവാവാണ് തട്ടിപ്പ് നടത്തിയത്. ഉച്ചയ്ക്ക് 12:30 കടയിലെത്തിക്കഴിഞ്ഞ് 21 നറുക്കെടുത്ത കേരള സർക്കാരിന്റെ സമൃദ്ധിയുടെ 3 ടിക്കറ്റ് നൽകുകയായിരുന്നു. QR കോഡ് ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ടിക്കറ്റിന് 4ാം സമ്മാനമായ 5,000 രൂപ ലഭിച്ചതായി കാണിക്കുകയും ചെയ്തു. കമ്മീഷൻ കഴിച്ചുള്ള തുക തേജസ് യുവാവിന് നൽകും. എന്നാൽ ടിക്കറ്റ് മാറാൻ തേജസ് ഏജൻസിയിലെത്തിയപ്പോൾ ഈ ലോട്ടറി 23-ന് ആലപ്പുഴ ട്രഷറിയിൽ മാറിയതായി കണ്ടെത്തി. തുടർന്ന് കാട്ടൂർ പോലീസിൽ പരാതി നൽകി. ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ വ്യാജ ലോട്ടറി തട്ടിപ്പ് നടത്തുന്ന സംഘമാണ് ഇതിന് പിന്നിലെന്ന് സംശയിക്കുന്നു. വ്യാജ ലോട്ടറി തട്ടിപ്പിലൂടെ നിരവധി ചെറുകിട കച്ചവടക്കാർക്കാണ് പണം നഷ്ടപ്പെട്ടിട്ടുള്ളത്. കൊരട്ടിക്കരയിൽ അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് മോഷണ ശ്രമം. കൊരട്ടിക്കര പാലച്ചുവട് ക്ഷേത്രത്തിന് സമീപം മുള്ളത്ത് രാജന്റെ വീട്ടിലാണ് മോഷണ ശ്രമം നടന്നത്. പുറകുവശത്തെ ഗ്രില്ലും വാതിലും തകർത്ത മോഷ്ടാക്കൾ അകത്ത് കയറി അലമാരയിലെ വസ്ത്രങ്ങളും മറ്റും വാരി വലിച്ചിട്ടുണ്ട്. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് വീട്ടുടമ പറഞ്ഞു. 2 ദിവസമായി രാജനും കുടുംബവും സ്ഥലത്തില്ലായിരുന്നു. വീട്ടിൽ ജോലിക്കായി എത്തിയ സ്ത്രീ പുറകുവശത്തെ ഗ്രിൽ തുറന്നു കിടക്കുന്നത് കണ്ട് വീട്ടുടമയെ വിവരമറിയിക്കുകയായിരുന്നു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ചൊവ്വന്നൂരിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 60 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് ചൊവ്വന്നൂർ സ്വദേശി മേനോത്ത് വീട്ടിൽ ശിവരാജനെ കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 120 കുപ്പികളിലായി സൂക്ഷിച്ച 60 ലിറ്റർ മദ്യം പിടികൂടിയത്. ചാക്കുകളിലായി സൂക്ഷിച്ച നിലയിലായിരുന്നു മദ്യം. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഫൽഗുണൻ, സുനിൽ ദാസ്, പ്രിവന്റീവ് ഓഫീസർ മധു, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശ്രീരാഗ്, ഗണേശൻ പിള്ള, ഷിബിൻ തുടങ്ങിയവർ മദ്യം പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്ക് തുറന്ന കത്തെഴുതി പോലീസുകാരൻ. കൊടുങ്ങല്ലൂർ സ്വദേശിയായ സിവിൽ പോലീസ് ഓഫീസർ ജ്യോതിഷ് ഫേസ്ബുക്കിലൂടെയാണ് വിമർശനാത്മക കുറിപ്പ് പങ്കിട്ടിട്ടുള്ളത്. നിലവിൽ അവധിയിലുള്ള ജ്യോതിഷ് പോലീസ് സേനയിലെ 3ാം മുറയും അഴിമതിയും അനുവദിക്കില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയോടാണ് രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പതിവ് ചടങ്ങാണെന്ന മട്ടിലാണ് ജ്യോതിഷിന്റെ കുറിപ്പ്. സാധാരണ പോലീസുകാരുടെ മാനസിക സംഘർഷം അറിയാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും ഇദ്ദേഹം ആവശ്യപ്പെടുന്നു. പോലീസ് സേനയ്ക്കകത്തുള്ള പ്രശ്നങ്ങളും ജ്യോതിഷ് തന്റെ കുറിപ്പിലൂടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വാഴക്കോട് പ്ലാവിൻചുവട് ഇറക്കത്തിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ കാർ വൈദ്യുതി തൂണിലിടിച്ച അപകടം. കാർ യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. ചേലക്കര ഭാഗത്ത് നിന്ന് വാഴക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന എടപ്പാൾ സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി തൂൺ പൂർണ്ണമായും ഒടിഞ്ഞു വീണു. ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ഗാന്ധി ജയന്തി ദിനാചരണവും ലോക സമാധാനത്തിനായി ശാന്തി യാത്രയും സംഘടിപ്പിച്ചു. സ്വരാജ് റൌണ്ട് ചുറ്റി നടന്ന ശാന്തി യാത്രയിൽ ശുഭ്രവസ്ത്രധാരികളായ നിരവധി സന്നദ്ധ പ്രവർത്തകർ അണിനിരന്നു.
സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ സംഘടനയുടെ മുഖ്യ രക്ഷാധികാരികളായി ചലച്ചിത്ര സംവിധായകൻ സത്യൻ അന്തിക്കാടിനെയും വ്യവസായി VP നന്ദകുമാറിനെയും പ്രഖ്യാപിച്ചു. മേയർ MK വർഗീസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആൽഫ പാലിയേറ്റീവ് കെയർ ചെയർമാൻ KM നൂർദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് വിശിഷ്ടാതിഥിയായി. സംഘടനാ ഗവേണിംഗ് കൌൺസിൽ അംഗം ഇന്ദിര ശിവരാമൻ, പ്രോഗ്രാം കൺവീനർമാരായ KA ഖദീജാബി, VJ തോംസൺ, തോമസ് തോലത്ത് എന്നിവർ പങ്കെടുത്തു. ഇടവേള. എപ്പോഴാ ഈ കറക്ക തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ഏനാമാക്കൽ റെഗുലേറ്റർ റോഡിലൂടെ കടന്നുപോകുന്ന കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ പൊട്ടി ശുദ്ധജലം പാഴാകുന്നു. ദിവസങ്ങളായി ശുദ്ധജലം പാഴാകുന്ന വിവരം പഞ്ചായത്ത് മെമ്പറെയും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെയും അറിയിച്ചെങ്കിലും ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇരുചക്രവാഹന യാത്രക്കാരുടെയും കാൽനടക്കാരുടെയും ദേഹത്തേക്ക് വെള്ളം തെറിച്ചതോടെ നാട്ടുകാർ പൈപ്പ് പൊട്ടിയ ഭാഗത്ത് കരിങ്കല്ലും ചണച്ചാക്കും വെച്ച് റോഡിലേക്ക് വെള്ളം തെറിക്കുന്നത് താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ട്. കുടിവെള്ള പദ്ധതിയുടെ പൊട്ടിയ പൈപ്പ് ലൈനിന്റെ തകരാർ എത്രയും വേഗം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നവരാത്രി അവധി ദിനത്തിൽ അതിരപ്പള്ളിയിലും തുമ്പൂർമുഴിയിലും വിനോദസഞ്ചാരികളുടെ വൻ തിരക്ക്. അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ കഴിഞ്ഞ ദിവസം 15,000 വിനോദസഞ്ചാരികളാണ് എത്തിച്ചേർന്നത്. 20 ലക്ഷം രൂപയുടെ വരുമാനമുണ്ടായതായി അധികൃതർ പറഞ്ഞു. വാഹനങ്ങളുടെ പാർക്കിംഗ് ഫീസ് കൂടി ഇതിൽ ഉൾപ്പെടും. തുമ്പൂർമുഴിയിൽ 5,000-ഓളം വിനോദസഞ്ചാരികൾ എത്തിയിരുന്നു. 80,000 രൂപ ടിക്കറ്റ് നിരക്കിൽ ലഭിച്ചു. ഓണക്കാലത്തെ അപേക്ഷിച്ച് ഒറ്റ ദിവസത്തെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ചത് ബുധനാഴ്ചയായിരുന്നു. വരന്തരപ്പള്ളി പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ആനച്ചമയം സമർപ്പിച്ചു. ക്ഷേത്രം രക്ഷാധികാരിയും ഹരിത ഗ്രൂപ്പ് ഓഫ് കമ്പനി സിഇഒയുമായ ഡോക്ടർ KS കൊച്ചുമോൻ, ഭാര്യ KR വിജയ എന്നിവർ ചേർന്നാണ് ആനച്ചമയം സമർപ്പിച്ചത്. ക്ഷേത്രം മേൽശാന്തി ജയൻ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ TS അനിൽ, സുബ്രൻ എടശ്ശേരി എന്നിവർ ചമയങ്ങൾ ഏറ്റുവാങ്ങി. ഭഗവതിയുടെ തിടമ്പും കോലവും മുൻപ് ഹരിത ഗ്രൂപ്പ് ക്ഷേത്രത്തിൽ സമർപ്പിച്ചിരുന്നു. തൃപ്രയാറിൽ പ്രവർത്തിക്കുന്ന ശ്രീറാം എന്ന സ്ഥാപനത്തിലെ ഹിരൺ, മണി എന്നിവരാണ് ആനച്ചമയം തയ്യാറാക്കിയത്. എരുമപ്പെട്ടി പഞ്ചായത്തിൽ മുഴുവൻ സ്കൂളുകളിലെയും സമ്പൂർണ്ണ വൈഫൈ കണക്ഷൻ പ്രഖ്യാപനം നടന്നു. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ചടങ്ങ് മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ മുഖ്യാതിഥിയായി. ബ്ലോക്ക് മെമ്പർ ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീജ സുരേഷ്, സുമന സുഗതൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനത വളർന്നു വരണം എന്ന ലക്ഷ്യത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതിനൊരു സമഗ്രമായിട്ടുള്ള വീക്ഷണമുണ്ട് എന്നർത്ഥം. അപ്പോൾ ആധുനിക വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ആധുനിക ജനതയെ വളർത്തിയെടുക്കാൻ കഴിയുള്ളൂ. സാമ്പ്രദായിക അപകടം പതിവായ റോഡിൽ സീബ്ര ലൈൻ വരച്ച് ജനമൈത്രി പോലീസും സ്കൂൾ അധികൃതരും. കൊടുങ്ങല്ലൂർ വടക്കേ നടയിൽ KKTM ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലുള്ള PWD റോഡിലെ സീബ്ര ലൈൻ മാഞ്ഞതിനെ തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവായിരുന്നു. PWD അധികൃതർക്ക് നിരവധി തവണ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. ഇക്കാര്യം വിദ്യാലയത്തിലെ PTA ഭാരവാഹികൾ തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് അടിയന്തര നടപടി ഉണ്ടായത്. ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന തിരക്കുള്ള ഒരു ജംഗ്ഷനാണ് നമ്മുടെ ഈ കൊടുങ്ങല്ലൂരിലെ ഈ വടക്കേ നട ഈ ടൗൺ പ്രദേശമാണ്. ഇവിടെ ഉള്ള സീബ്ര ലൈനുകൾ പലതും മാഞ്ഞു പോയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളിന്ന്
കൊടുങ്ങല്ലൂർ പോലീസും കൊടുങ്ങല്ലൂർ ജനമൈത്രി പോലീസും ഗേൾസ് സ്കൂളിലെ PTA അംഗങ്ങളും ടീച്ചേഴ്സും ഉൾപ്പെടെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇന്ന് ഇവിടുത്തെ സീബ്ര ലൈനിൽ തെളിയിക്കുകയാണ്. ഗാന്ധി ജയന്തിയോട് ഭാഗമായിട്ട് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ബഹുമാനപ്പെട്ട SP-യുടെ നിർദ്ദേശപ്രകാരം കൊടുങ്ങല്ലൂർ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ റോഡിൽ സീബ്ര ലൈൻ വരച്ചു. കൊടുങ്ങല്ലൂർ സബ് ഇൻസ്പെക്ടർ K. സാലിം, ജനമൈത്രി പോലീസ് സമിതി അംഗങ്ങളായ KP സുനിൽകുമാർ, ഉണ്ണി പണിക്കശ്ശേരി, രണദീപൻ, PTA പ്രസിഡന്റ് നവാസ് പടുവിങ്ങൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ എഴുത്തിനിരുത്തൽ ചടങ്ങ് നടന്നു. നിരവധി കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. നാരായണൻ നമ്പൂതിരി, വാസുദേവൻ എമ്പ്രാന്തിരി എന്നിവർ കുട്ടികൾക്ക് ഹരിശ്രീ കുറിച്ചു. ദേവസ്വം മാനേജർ K. വിനോദ്, ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നൂറുകണക്കിന് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. വിദ്യാരംഭ ചടങ്ങുകൾക്ക് പ്രൊഫസർ D. നീലകണ്ഠൻ, MR. ഗീത എന്നിവർ ആചാര്യന്മാരായി. ക്ഷേത്രം മേൽശാന്തി ഗോപാലകൃഷ്ണ അയ്യർ ഭദ്രദീപം തെളിയിച്ചു. ചെമ്പൂച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വിജയദശമിയോടനുബന്ധിച്ച് വിദ്യാഗോപാല മന്ത്രാർച്ചനയും മാതൃപൂജയും നടത്തി. ശ്രീകാന്ത് ഗുരുപദം ആചാര്യനായി. വിദ്യാഗോപാല മന്ത്രാർച്ചനയ്ക്കു ശേഷം കുട്ടികൾ അമ്മമാരുടെ പാദപൂജ നടത്തി. ക്ഷേത്രം മേൽശാന്തി PV മനോജ്, കീഴ്ശാന്തി ബൈജു എന്നിവർ പൂജകൾക്ക് നേതൃത്വം നൽകി. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ എഴുത്തിനിരുത്തൽ ചടങ്ങ് ഭക്തിനിർഭരം. ഗുരുനാഥന്മാരായ ലക്ഷ്മിക്കുട്ടി, കോമളം എന്നിവർ കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് KK സുബിദാസ്, സെക്രട്ടറി സുനീഷ് അയനിപ്പുള്ളി, ട്രഷറർ ഭാസ്കരക്കുറുപ്പ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വടക്കാഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾ വിദ്യാരംഭത്തോടും സംഗീതാർച്ചനയോടും കൂടി സമാപിച്ചു. വലിയ വാതിൽ മാടത്തിലെ സരസ്വതി മണ്ഡപത്തിൽ രാവിലെ ശാന്തി ഉണ്ണി പൂജകൾ നടത്തി. ആദ്യാക്ഷരങ്ങൾ നുകരാൻ നിരവധി പേർ എത്തിയിരുന്നു. ക്ഷേത്രം നൃത്ത മണ്ഡപത്തിൽ കലാമണ്ഡലം ഹൈദരാലി സംഗീത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ സംഗീതാർച്ചന നടത്തി. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി കൊടകര പുത്തുക്കാവ് ദേവി ക്ഷേത്രത്തിൽ മേളാർച്ചന നടന്നു. കൊടകര ഉണ്ണിയുടെ നേതൃത്വത്തിൽ നടന്ന പഞ്ചാരി മേളത്തിന് കീനൂർ പ്രേംദാസ്, ഗോപൻ മുല്ലപ്പള്ളി, കൊടകര അനീഷ്, കൊടകര ശംഖൻ എന്നിവർ നേതൃത്വം നൽകി. പുത്തുക്കാവ് ദേവസ്വം പ്രസിഡന്റ് KS സുനിൽകുമാർ, സെക്രട്ടറി MLV നായർ, വേണുഗോപാൽ തച്ചിഞ്ചേരി എന്നിവർ സന്നിഹിതരായിരുന്നു. ക്ഷേത്രത്തിൽ നടന്ന നവരാത്രി വിശേഷാൽ ചടങ്ങുകൾക്ക് തന്ത്രിമാരായ അഴകത്ത് മനക്കൽ ത്രിവിക്രമൻ നമ്പൂതിരി, അഴകത്ത് മനക്കൽ ഹരീഷ് നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. എഴുത്തിനിരുത്തൽ ചടങ്ങിൽ ഡോക്ടർ A. രാധാകൃഷ്ണൻ ആചാര്യനായി. ഒമ്പതുങ്ങൽ സുബ്രഹ്മണ്യ സമാജം ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ നവരാത്രിയോടനുബന്ധിച്ച് സർവൈശ്വര്യ പൂജയും വിദ്യാഗോപാല മന്ത്രാർച്ചനയും നടന്നു. എഴുത്തിനിരുത്തലിന് കുളത്തൂർ പുരുഷോത്തമൻ നേതൃത്വം നൽകി. അന്നദാനവും ഉണ്ടായിരുന്നു. കോൺഗ്രസ് പാവറട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ആഘോഷിച്ചു. AICC അംഗം അനിൽ അക്കര ഗാന്ധി ജയന്തി ദിന സന്ദേശം നൽകി. DCC സെക്രട്ടറി സിജു പാവറട്ടി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി, നേതാക്കളായ OJ ഷാജൻ, ആന്റോ ലിജോ, ഉമ്മർ സലീം, സിന്ധു അനിൽകുമാർ, ജോയ് ആന്റണി, മജീദ് പടുവിങ്കൽ എന്നിവർ സംസാരിച്ചു. തോളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിന അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. മുൻ മണ്ഡലം പ്രസിഡന്റ് MV ജോസ് ഗാന്ധി ജയന്തി ദിന സന്ദേശം നൽകി. മണ്ഡലം പ്രസിഡന്റ് KG പോൾസൺ, തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി, K. കുഞ്ഞുണ്ണി, തോമസ് ചിറമൽ, പ്രിയ സുനിൽ, ആനി ജോസ്, VK രഘുനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു.
കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിയുടെ 154-ാം ജന്മദിനാഘോഷം കോടാലി ആൽത്തറയ്ക്കൽ സംഘടിപ്പിച്ചു. AM ബിജു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ അധ്യക്ഷനായി. സുരേന്ദ്രൻ ഞാറ്റുവെട്ടി, CH സാദത്ത്, ലിൻഡോ പള്ളിപ്പറമ്പൻ, ലിനോ മൈക്കിൾ എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ സഹകരണ ആശുപത്രിയിൽ ഗാന്ധി ജയന്തി ആചരിച്ചു. വൈസ് പ്രസിഡന്റ് E സത്യഭാമ ഭദ്രദീപം കൊളുത്തി. ഭരണസമിതി അംഗങ്ങളായ K വർഗീസ് ജോൺ, ജോൺസൺ ആലപ്പാട്ട്, സെക്രട്ടറി MS സന, സൂപ്രണ്ട് ഡോക്ടർ K രാമദാസ്, ജീവനക്കാർ എന്നിവർ ഗാന്ധി ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. പീലാർമൊഴി വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ആചരിച്ചു. വാർഡ് പ്രസിഡന്റ് KM ജോസ് ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് ജോസ് വാഴപ്പിള്ളി അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറി TB ദേവരാജൻ, മണ്ഡലം സെക്രട്ടറിമാരായ TL ദേവസി, ജോയ് മംഗലത്ത്, വാർഡ് സെക്രട്ടറി ജോസ് താഴപ്പിള്ളി എന്നിവർ സംസാരിച്ചു. തൃശൂർ DCC ഓഫീസിൽ ഗാന്ധി ജയന്തി ദിനം ആചരിച്ചു. മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറുമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, മുൻ MLA MP വിൻസെന്റ് എന്നിവർ പങ്കെടുത്തു. ഗാന്ധി ജയന്തി ദിനത്തിൽ സിവിൽ ലൈൻ പാർക്ക് വാക്കേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അയ്യന്തോൾ പാർക്കും പരിസരവും ശുചീകരിച്ച് ഒലിവ് മരം നട്ടു. വാക്കേഴ്സ് ക്ലബ് സെക്രട്ടറി ജെയിംസ് മുട്ടിക്കൽ, ട്രഷറർ ബാലചന്ദ്ര സുഭാഷ്, TIK മൊയ്തു, പ്രകാശ് ബാബു, ടൈനി ഫ്രാൻസിസ്, ഷൺമുഖൻ കല്ലിങ്ങൽ, CK ഷീല, ജോൺസൺ ഡിക്രൂസ്, TS ശിവൻ, CV കൃഷ്ണകുമാർ, KA ജോഷി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ചാവക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സദസ്സും സംഘടിപ്പിച്ചു. വസന്തം കോർണറിൽ നടന്ന ചടങ്ങ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് KV സത്താർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KV ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. ബേബി ഫ്രാൻസിസ്, KV യൂസഫ് അലി, KS സന്ദീപ്, PK അബ്ദുൾ ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു. KPCC വിചാർ വിഭാഗ് തൃശൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനം അഹിംസാ ദിനമായി ആചരിച്ചു. ജില്ലാ വൈസ് ചെയർമാൻ ആന്റോ കുണ്ടുകുളം ഉദ്ഘാടനം ചെയ്തു. വിചാർ വിഭാഗ് തൃശൂർ നിയോജക മണ്ഡലം ചെയർമാൻ പ്രശാന്ത് രാഘവൻ അധ്യക്ഷനായി. പറപ്പൂക്കര കൊളത്തൂർ കർഷക സമിതിയുടെ നേതൃത്വത്തിൽ വാർഷികാഘോഷവും വയോജന സംഗമവും സംഘടിപ്പിച്ചു. പറപ്പൂക്കര പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KC പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. PV കുമാരൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം നന്ദിനി രമേശൻ, കർഷക സമിതി സെക്രട്ടറി K സുധാകരൻ, P നാരായണൻകുട്ടി, KM ചന്ദ്രമോഹൻ എന്നിവർ സംസാരിച്ചു. കർഷക കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റായി വിനീഷ് പ്ലാച്ചേനിയും നടത്തറ മണ്ഡലം പ്രസിഡന്റായി സുധാകരനും ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റായി ശോഭന പുഷ്പാങ്കദനും ചുമതലയേറ്റു. മുൻ MLA MP വിൻസെന്റ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വാസു പോരുവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത്, കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ, ബേബി, KC അഭിലാഷ് എന്നിവരും സംസാരിച്ചു. പഴുവിൽ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവം ഒക്ടോബർ 20 മുതൽ 29 വരെ രാത്രി 7-ന് പഴുവിൽ JP സംഗമം ഹാളിൽ നടക്കും. നാടകോത്സവത്തിന്റെ ബ്രോഷർ സംവിധായകൻ സത്യൻ അന്തിക്കാട്, നാടക സാംസ്കാരിക പ്രവർത്തകൻ ധനഞ്ജയൻ K മച്ചിങ്ങലിന് നൽകി പ്രകാശനം ചെയ്തു. സൊസൈറ്റി പ്രസിഡന്റ് സജിത് പാണ്ടാരിക്കൽ, സെക്രട്ടറി EP സൈമൺ, EVN പ്രേംദാസ് എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വയോജന ദിനാചരണം സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം KO പൊറിഞ്ചു ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KS സതീശൻ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ, AV ജോൺസൺ, TS സുബ്രഹ്മണ്യൻ, K ശിവദാസ്, KR നാരായണൻ, KI പുരുഷോത്തമൻ, PG ഗിരിജാകുമാരി എന്നിവരും സംസാരിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കം. പഞ്ചഗുസ്തി മത്സരത്തോടെ ആരംഭിച്ച കേരളോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PA ഇസഹാഖ്, PA ഷാജഹാൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഖദീജ പുതിയ വീട്ടിൽ, PK സുകന്യ തുടങ്ങിയവർ പങ്കെടുത്തു.
ഒക്ടോബർ 1 മുതൽ 12 വരെ തീയതികളിലായാണ് കേരളോത്സവം നടക്കുന്നത്. കാക്കശ്ശേരി ശക്തി ഭൈരവി ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ നടന്ന എഴുന്നള്ളിപ്പ് ഭക്തിസാന്ദ്രം. ഇരു ക്ഷേത്രങ്ങളിലെയും മേൽശാന്തിമാർ ചടങ്ങിന് കാർമ്മികത്വം വഹിച്ചു. എഴുന്നള്ളിപ്പിന് ക്ഷേത്രം മേൽശാന്തി സജിത് ശാന്തി നേതൃത്വം നൽകി. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ER മനോഹരൻ, സെക്രട്ടറി പ്രസാദ് കാക്കശ്ശേരി, ട്രഷറർ TK സുന്ദരൻ, പ്രവീൺ കളരിക്കൽ, സജീവൻ കരുമത്തിൽ തുടങ്ങിയവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. മധ്യപ്രദേശിൽ നടന്ന അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റിൽ ഫൈനലിൽ ഷൂട്ടൌട്ടിൽ 4-3 പരാജയപ്പെടുത്തി കേരള ഫുട്ബോൾ പോലീസ് ടീം ജേതാക്കളായി. മികച്ച ഗോൾ കീപ്പറായി കേരള പോലീസിന്റെ അഭിനവ്, മികച്ച കളിക്കാരനായി കേരള പോലീസിന്റെ പ്രതിരോധ നിരക്കാരൻ സഫാനയും തെരഞ്ഞെടുത്തു. നെല്ലുവായ് ഗ്രാമീണ വായനശാല തിയേറ്റർ ഹബിന്റെ 2ാമത് നാടക പരിശീലന കളരിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ നിർവഹിച്ചു. വായനശാല പ്രസിഡന്റ് TK ശിവൻ, പ്രശസ്ത നാടകരചയിതാവും സംവിധായകനുമായ ഇന്ദ്രൻ മച്ചാട് എന്നിവർ മുഖ്യാതിഥികളായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് അംഗം MK ജോസ്, തിയേറ്റർ ഹബ്ബ് സെക്രട്ടറി അരവിന്ദൻ നെല്ലുവായ്, നാടക സംവിധായകൻ സുരേന്ദ്രൻ തില്ലാന, വായനശാല സെക്രട്ടറി അജു നെല്ലുവായ് തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറി ശ്രീ അജു ലാന, അതുപോലെ ലോക വയോജന ദിനത്തിൽ സന്മാർഗദീപം വായനശാല വടൂക്കര വയോജനവേദിയുടെ നേതൃത്വത്തിൽ വയോജന ദിനാഘോഷം സംഘടിപ്പിച്ചു. റിട്ടയേർഡ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ PV മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വയോജനവേദി ചെയർമാൻ PP ജെയിംസ് അധ്യക്ഷത വഹിച്ചു. PV മോഹനൻ, തിലകൻ കൈപ്പുഴ, TK സത്യൻ, KP പ്രീതൻ എന്നിവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണ നിരക്ക് നോക്കാം. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,880 രൂപ, പവന് 87,040 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. ചൂരമല ദുരന്തം, കേരളത്തെ കേന്ദ്രം നിരന്തരമായി അവഹേളിക്കുകയാണെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. പുനർനിർമ്മാണത്തിനുള്ള 2000 കോടിയുടെ അപേക്ഷ നൽകിയിട്ട് ലഭിച്ചത് 260 കോടി രൂപയാണെന്നും മന്ത്രി. കുരുന്നുകൾക്ക് അറിവിന്റെ ലോകത്തേക്ക് അധ്യക്ഷരം പകർന്ന് ഇന്ന് വിജയദശമി. തിരുവുള്ളക്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ആയിരങ്ങൾ ഹരിശ്രീ കുറിച്ചു. അക്രമാസക്തനായ യുവാവിനെ പിടികൂടുന്നതിനിടയിൽ ചാവക്കാട് പോലീസുകാർക്ക് കുത്തേറ്റു. SI ഉൾപ്പെടെ 5 പേർക്കാണ് കുത്തേറ്റത്. കൈക്കൂലിക്കേസിൽ പിടിയിലായ മൺപാത്ര നിർമ്മാണ വിപണനക്ഷേമ കോർപ്പറേഷൻ ചെയർമാൻ KN കുട്ടമണിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തി. കുട്ടമണിയുടെ രാജി ആവശ്യപ്പെട്ട് കുംഭാര സമുദായ സഭയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. കേരള ലോട്ടറിയുടെ കളർ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് തട്ടിപ്പ്. കൊഞ്ഞനം സ്വദേശിക്ക് നഷ്ടപ്പെട്ടത് 15,000 രൂപ. കൊരട്ടിക്കരയിൽ അടച്ചിട്ട വീട് കുത്തിത്തുറന്ന മോഷണ ശ്രമം. പുറകുവശത്തെ ഗ്രില്ലും വാതിലും തകർത്ത മോഷ്ടാക്കൾ അലമാരയിലെ വസ്ത്രങ്ങളും മറ്റും വാരിവലിച്ചിട്ടു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.